ഹലോ മക്കളെ, നമ്മളിന്ന് ചെയ്ത് നോക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സിൽ ചാപ്റ്റർ 3 ഹൗ മെനി നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ആണ് കേട്ടോ. ഇതുവരെയുള്ള ചാപ്റ്റേഴ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ടേക്ക് എനി 2 ഓഡ് നമ്പേഴ്സ് ആൻഡ് ആഡ് ദം. 2 ഓഡ് നമ്പേഴ്സ് എടുക്കുക, എന്നിട്ട് അത് കൂട്ടുക, ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്? ഈസ് ദ സം ആൻ ഓഡ് നമ്പർ ഓർ ആൻ ഇവൻ നമ്പർ? ഓഡ് നമ്പർ ആണോ ആൻസർ ആയിട്ട് കിട്ടുന്നത്, ഇവൻ നമ്പർ ആണോ എന്ന്, അല്ലേ? ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന്. വാട്ട് അബൌട്ട് ദ സം ഓഫ് 3 ഓഡ് നമ്പേഴ്സ്? 3 ഓഡ് നമ്പേഴ്സ് കൂട്ടുകയാണെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത്? ഇഫ് ദ നമ്പർ ഓഫ് നമ്പേഴ്സ് ആഡഡ് ഈസ് ആൻ ഓഡ് നമ്പർ, വാട്ട് ടൈപ്പ് ഓഫ് നമ്പർ ഈസ് ദ സം? നിങ്ങളെടുത്ത നമ്പേഴ്സിൻ്റെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഏത് തരം സംഖ്യയാണ്? അതുപോലെ തന്നെ ഇഫ് ദ നമ്പർ ഓഫ് നമ്പേഴ്സ് ഈസ് ഈവൻ, നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നമ്പറുകളുടെ എണ്ണം ഇവൻ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ആൻസർ ഏത് തരം സംഖ്യയാണ്? അത്രയും ചെയ്യാം. താഴെയുള്ള ക്വസ്റ്റ്യൻ പിന്നെ ചെയ്യാം. ആദ്യം നമുക്ക് 2 ഓഡ് നമ്പർ എടുത്തു നോക്കാം, അല്ലേ? 2 ഓഡ് നമ്പർ എടുക്കാം. സിമ്പിളായിട്ട് 1ഉം 3യും എടുക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 + 3 എത്രയാ? 4 ആണല്ലേ. 2 ഓഡ് നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഇവൻ നമ്പറാണ് കിട്ടുന്നത്. ഇനി വേറെ നമുക്ക് ചെയ്ത് നോക്കാം. 5 പ്ലസ് വേണമെങ്കിൽ ഏത് കൊടുക്കാം? 3 കൊടുക്കാം. എത്ര കിട്ടും? 5 + 3 8. അതും 2 ഓഡ് നമ്പർ കൂട്ടുമ്പോൾ ഇവൻ നമ്പറാണ് കിട്ടുന്നത്. ഇനി വേറെ കുറച്ചുകൂടെ വലുത് 11 പ്ലസ് എത്ര കൊടുക്കാം? 15 കൊടുക്കാം. 15 കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 26. ഇനി വേറെ മക്കൾ ഒരുപാട് ചെയ്ത് നോക്കുക കേട്ടോ. വേറെ ഏത് എഴുതാം? 7 + 9 ചെയ്യാം. എത്ര കിട്ടും? 16, അല്ലേ? ഇനി ഇത്രയും മതിയോ? അപ്പം ഇതാ 2 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഇവൻ നമ്പേഴ്സാണ് ആൻസറായിട്ട് കിട്ടുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ്. അപ്പം നമുക്ക് എളുപ്പത്തിൽ നിന്ന് തുടങ്ങാം, അല്ലേ? സിമ്പിളിൽ നിന്ന് തുടങ്ങാം. 1 + 3 + 5. 3 ഓഡ് നമ്പേഴ്സാണ് ആൻസർ കിട്ടുന്നത്. നോക്കാം. ഇവിടെ ഓഡ് നമ്പേഴ്സ് ആണ് കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയാണ് എഴുതുന്നത്. അപ്പോൾ എത്രയാ? 1 + 3 4, 4 + 5 9 ആണല്ലേ. എന്താ കിട്ടുന്നത്? ഓഡ് നമ്പർ എന്നാണ് കിട്ടുന്നത്. ഇനി വേറൊരു 3 നമ്പർ ഓഡ് നമ്പർ കേട്ടോ. ഒറ്റ സംഖ്യയാണ് എടുക്കേണ്ടത്. 3 എടുക്കാം, 7 എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. 5 എടുക്കാം. അപ്പോൾ 7 + 3 10, 10 + 5 15. അപ്പോൾ ഓഡ് നമ്പർ തന്നെയാണ് കിട്ടുന്നത്. ഇനി കുറച്ചുകൂടെ വലുതെടുക്കാം. 11 + 13 + എത്ര എടുക്കാം? 17 എടുക്കാം. അപ്പോൾ എത്ര കിട്ടും? 13ഉം 17ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 30 ആയി. പിന്നെയോ 30 + 11 41. അപ്പോൾ എന്താണ്? അതും നമുക്ക് എന്ത് കിട്ടുന്നത്? ഓഡ് നമ്പറാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഫൈൻഡിങ്സ് എങ്ങനെ എഴുതാം? ഇഫ് ദ നമ്പർ ഓഫ് നമ്പേഴ്സ് ഈസ് ആൻ ഇവൻ നമ്പർ, ദ സം വിൽ ബി ആൻ ഇവൻ നമ്പർ. അതായത് നമ്മൾ 1 3 ആണ് എടുക്കുന്നതല്ലെങ്കിൽ 2 ഓഡ് നമ്പർ അല്ലേ, 2 ഓഡ് നമ്പർ അല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ എണ്ണം എത്രയാ? 2. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആൻസർ വരുന്നത് ഇവൻ നമ്പർ തന്നെ ആയിരിക്കും. എണ്ണമാണ് നോക്കേണ്ടത്. എത്ര നമ്പർ ഉണ്ട് എന്ന്. 1ഉം 3ഉം അല്ലേ നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ 2 നമ്പർ അല്ലേ. അപ്പോൾ അതിൻ്റെ എണ്ണം 2 ആയതുകൊണ്ട് അതിൻ്റെ ആൻസറും ഇവൻ നമ്പർ ആയിരിക്കും. അതുപോലെ 5ഉം 3ഉം എടുക്കുമ്പം 2 നമ്പേഴ്സ് തമ്മിലാണ് നമ്മൾ പ്ലസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എത്രയായിരിക്കും ആൻസർ? ഇവൻ നമ്പർ ആയിരിക്കും കേട്ടോ. ഇനിയോ ഇഫ് ദ നമ്പർ ഓഫ് നമ്പേഴ്സ് ഈസ് ആൻ ഓഡ് നമ്പർ, ദ സം വിൽ ബി ആൻ ഓഡ് നമ്പർ. അതായത് നമ്പറുകളുടെ എണ്ണം, അല്ലേ? നമ്മൾ 1 + 3 + 5 എന്ന് പറയുമ്പോൾ 3 നമ്പേഴ്സാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 3 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ ആൻസറും ഓഡ് നമ്പർ ആയിരിക്കും. ഇനി 3 + 7 + 5 ആണെങ്കിലും 3 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ 15 ആണ് വരുന്നത്. അതും ഓഡ് നമ്പർ ആയിരിക്കും. മനസ്സിലായോ? എത്ര നമ്പേഴ്സാണോ നമ്മൾ കൂട്ടുന്നത് അത് ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ആൻസറും ഓഡ് നമ്പർ ആയിരിക്കും. ഇനി നമ്മൾ കൂട്ടുന്നത് ഇവൻ നമ്പേഴ്സാണ്, അല്ലേ? 2 നമ്പേഴ്സാണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇവൻ നമ്പേഴ്സ് തന്നെയായിരിക്കും.
ഇനി ഇതുപോലെ താഴെ നമ്മളോട് പറഞ്ഞത് നോക്കിക്കേ, ലൈക്ക് ദീസ് ആഡ് സം ഇവൻ നമ്പേഴ്സ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇതുപോലെ നിങ്ങൾ ഇവൻ നമ്പേഴ്സ് തമ്മിൽ കൂട്ടി വെക്കുക, ഇരട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് നിങ്ങളുടെ ഫൈൻഡിങ്സ് എഴുതാനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചെയ്ത് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ നമുക്ക് സിമ്പിൾ തന്നെ തുടങ്ങാം അല്ലേ. 2 ഒരു ഇവൻ നമ്പറാണ്, പ്ലസ് 4 ഒരു ഇവൻ നമ്പറാണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുന്ന സമയത്തിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 + 4 6 കിട്ടും. ഇനി വേറെ ഏത് ചെയ്യാം? 6 + 8 ചെയ്ത് നോക്കാം. അപ്പോൾ ഏതാ കിട്ടുന്നത് ആൻസർ? 14 ആണ്. ഈവൻ നമ്പറാണ് കിട്ടുന്നത്. ഒന്നും കൂടെ നോക്കാം അല്ലേ. 12 + 14 ചെയ്താലോ 26 ആണ് ആൻസർ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എണ്ണം നോക്കിക്കേ, എത്ര നമ്പർ ഉണ്ട്? ഇതും ഇവൻ നമ്പറാണ്, ഇതും ഇവൻ നമ്പറാണ്, ആൻസറും ഇവൻ നമ്പറാണ്. അപ്പോൾ 2 + 4, അപ്പോൾ എത്ര ഇവൻ നമ്പർ ഉണ്ട്? 2 ഇവൻ നമ്പർ ഉണ്ട്. ഇവൻ നമ്പർ 2 ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? എന്തായിരിക്കും? ഇവൻ നമ്പർ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ 2 ഓഡ് നമ്പർ 2 ആണെങ്കിലും അതിൻ്റെ ആൻസർ ഇവൻ നമ്പർ തന്നെയാണ്. ഇനി പിന്നെ ഇവൻ നമ്പർ 2 ആണെങ്കിലും അതിൻ്റെ ആൻസർ ഇവൻ നമ്പർ തന്നെയാണ്. നമുക്ക് 3 ഇവൻ നമ്പർ കൂട്ടി വെക്കാം അല്ലേ. ആഡ് ചെയ്ത് നോക്കാം. 2 + 4 + 6. ഇപ്പോൾ 3 ഇവൻ നമ്പേഴ്സ് ഉണ്ട്. കൂട്ടുമ്പോൾ എത്രയാ? 12 ആണ് അല്ലേ. അപ്പോൾ ഏതാണ്? ഇവൻ നമ്പേഴ്സ് തന്നെയാണ്. ഈവൻ നമ്പേഴ്സ്, ആൻസറും ഈവൻ നമ്പേഴ്സ്. ഇനി നമുക്ക് വേറൊന്ന് ചെയ്ത് നോക്കാം. 8 + 12 + 16 എത്ര വരും? 12ഉം 8ഉം 20, പിന്നെ 16 കൂടി വരുമ്പോൾ 36. അപ്പോഴും ഈവൻ നമ്പേഴ്സാണ്. ഇനി ഒന്നും കൂടെ വേണോ? ഒന്നും കൂടെ നമുക്ക് ഏത് നോക്കാം? കുറച്ച് അധികം വലുതാകുമ്പോൾ മക്കൾക്ക് ഡൗട്ട് അടിക്കും അല്ലേ. അപ്പോൾ 6 + പിന്നെയോ 8 + 10 എടുത്താലോ? 10 + 8 18, 18 + 6 24. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? 2 ഇവൻ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആൻസർ ഇവൻ നമ്പർ എന്നാണ്. അതുപോലെ 3 ഇവൻ നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിലും ആൻസർ ഇവൻ നമ്പറാണ്. ഇവിടെ എന്തായിരുന്നു? 2 ഓഡ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഇവൻ നമ്പറാണ് ആൻസർ കിട്ടുന്നത്. അത് 2 ഓഡ് നമ്പർ ആണെങ്കിലും 2 ഇവൻ നമ്പർ ആണെങ്കിലും ആൻസറിലെ നമ്പർ 2 ആണെങ്കിൽ ആൻസർ 2 ആണ് കിട്ടുന്നത്. പിന്നെയോ 3 ഓഡ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആൻസർ ഓഡ് നമ്പർ ആയിരുന്നു. എന്നാൽ 3 ഇവൻ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആൻസർ ഇവൻ നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവൻ നമ്പേഴ്സിൻ്റെത് കാര്യത്തിൽ എങ്ങനെ ആൻസർ എഴുതാം? നോ മാറ്റർ ഹൗ മെനി ഇവൻ നമ്പേഴ്സ് ദർ ആർ, ദ സം വിൽ ഓൾവേസ് ബി ആൻ ഇവൻ നമ്പർ അല്ലേ. എത്ര ഇവൻ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്താലും അതിൻ്റെ ആൻസർ ഇവൻ നമ്പേഴ്സ് തന്നെയായിരിക്കും. ഇനി 4 ഇവൻ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താലും ആൻസർ ഇവൻ നമ്പേഴ്സ് തന്നെയായിരിക്കും അല്ലേ. 2 ഇവൻ നമ്പേഴ്സ് ആണെങ്കിലും ആൻസർ ഇവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കാനുള്ളത്. മക്കൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.